Dear my students, welcome to English class. Today we are going to refer the summary of a story. പരീക്ഷയ്ക്ക് 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമ്മറൈസ്. കഥയുടെ സാരാംശം എഴുതുക. കഥ വായിക്കാത്തവർക്ക് കഥയുടെ ബേസ്, അടിസ്ഥാനം, കഥാതന്തു, കഥാബീജം എന്താണെന്ന് പറഞ്ഞു കൊടുക്കലാണ് സമ്മറൈസിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പരാമർശിക്കുന്നത് 2 കഥകളുടെ സാരാംശങ്ങളാണ്. ഒന്ന്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ബൈ ഡോക്ടർ എ.ജെ. ക്രോണൻ. ഡോക്ടർ എ.ജെ. ക്രോണൻ എന്ന വിശ്വപ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമ്പാദ്യം, the best investment I ever made. The best, good, better, best, ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ്, സമ്പാദ്യം. I ever made, ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ച ഏറ്റവും നല്ല സമ്പാദ്യം, അല്ലെങ്കിൽ ചെലവഴിച്ച പണം, എന്തിനു വേണ്ടി ചെലവഴിച്ചുവോ അതാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, നിക്ഷേപമായിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ സമ്മറിയാണ്. അത് നമുക്ക് 6-7 മാർക്കിന് ചോദിക്കുന്ന സമ്മറിയാണ് ഇവിടെ നാം പരാമർശിക്കുന്നത്. ഓക്കെ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ, എ.ജെ. ക്രോണിൻ. The author himself is one of the main characters of the story. ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം ഈ എഴുത്തുകാരൻ തന്നെയാണ്, ഓതർ തന്നെയാണ് കഥയിലെ കഥാപാത്രവും. ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഹാവിംഗ് ദി ഓട്ടോബയോഗ്രാഫിക്കൽ ടച്ച് ഓഫ് ദി ഓതർ. ഈ ഗ്രന്ഥകാരൻ്റെ ആത്മകഥാംശമുള്ള ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണിത്. അതായത് അദ്ദേഹത്തിൻ്റെ എ.ജെ. ക്രോണിൻ്റെ കഥകളൊക്കെ കേവലം സാങ്കല്പിക കഥകളല്ല, ഭാവനാ സൃഷ്ടികളല്ല. പലതും ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള അതിമനോഹരമായ ഒരു കഥയാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ആ സാരാംശത്തിലേക്ക് കടക്കും മുൻപ് 1-2 കാര്യങ്ങൾ മക്കളോട് സൂചിപ്പിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും ഒരു കപ്പൽ ബ്രിട്ടനിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു. ആ കപ്പലിലെ 2-ാം ദിവസത്തെ യാത്ര. എല്ലാവരും കപ്പലിൻ്റെ മുകളിലെ ഡെക്കിൽ വിശ്രമിക്കുന്നു. അവർക്ക് ഡോക്ടറായിട്ട് പരിചരണത്തിനുള്ളത് എ.ജെ. ക്രോണിൻ എന്ന യഥാർത്ഥ ഡോക്ടറാണ്. എ.ജെ. ക്രോണിൻ ഈ ഡെക്കിലെ യാത്രക്കാർക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ 2 വ്യക്തികൾ, ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും, എ യങ് മാൻ ആൻഡ് എ യങ് വുമൺ, അവരെ നിരന്തരം നിരീക്ഷിക്കുന്ന അയാളെ. അവർക്കെന്തോ ഇദ്ദേഹത്തോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ കപ്പലിലെ യാത്രക്കാരുമായിട്ട് കൂട്ടുകൂടാൻ എ.ജെ. ക്രോണിൻ എന്ന എഴുത്തുകാരന്, ഡോക്ടർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം അവരെ അതിന് പ്രേരിപ്പിച്ചില്ല. യാത്ര അവസാനിക്കാറായി. ഇനി ഒരു ദിവസം കൂടിയേ യാത്രയുള്ളൂ. ആ യാത്ര അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഈ ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർബന്ധിക്കുന്നു, നിങ്ങൾക്ക് പോയി അദ്ദേഹത്തോട് ഇന്നെങ്കിലും ഈ കാര്യം സംസാരിച്ചുകൂടെ, അറിയിച്ചുകൂടെ, പറഞ്ഞുകൂടെ എന്ന്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ, അയാളാണ് മിസ്റ്റർ ജോൺ, ഇപ്പോഴും 40 വയസ്സ്, ലോയറാണ്, വക്കീലാണ്. സ്ലമ്മിലെ, ചേരിയിലെ വഴിപിഴച്ച് ജീവിക്കുന്ന യുവാക്കൾക്ക്, യുവതികൾക്ക് ഒരു പുനർജീവിതം കൊടുക്കുന്ന സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ്.
ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് ഇത്തരം ഒരു ക്യാമ്പിന് വേണ്ടി പോയതായിരുന്നു മിസ്റ്റർ ജോൺ. അയാളും ഭാര്യയും ആ വേനൽ അവധിക്കാല ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കപ്പൽ യാത്ര. ഏതായാലും കപ്പലിൽ വെച്ച് അവസാന ദിവസം ഈ ചെറുപ്പക്കാരൻ ഈ ഡോക്ടറുടെ മുന്നിൽ തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തുറക്കുന്നു. സർ, 25 വർഷം മുൻപ് അങ്ങ് ഡിസംബറിലെ ഒരു മഞ്ഞുള്ള രാത്രിയിൽ ഒരു 15 വയസ്സുകാരനെ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഓർമ്മയില്ലോ? അപ്പോൾ എജക്രോൺ ആ ദിവസം ഓർമ്മ വന്നു. സർ, ആ 15 വയസ്സുകാരനായ, അന്ന് കളവ് ചെയ്ത, അന്ന് വഴിപിഴച്ചു പോയ, അന്ന് ചൂതാട്ടത്തിലേർപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വ്യാപനത്തിലേർപ്പെട്ടിരുന്ന ആ 15കാരൻ, സർ, ഞാൻ ആണ് അവൻ, അതാ അവനാണ് ഞാൻ. ഇന്ന് ലോകം മുഴുക്കെ സഞ്ചരിച്ച് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയ മിസ്റ്റർ ജോൺ എന്ന വക്കീൽ. ആ കഥയാണ്, ആ മാറ്റമാണ്, അല്ലെങ്കിൽ അതിന് സഹായിച്ച ഡോക്ടറുടെ ആ മാനസികാവസ്ഥയും അന്ന് സഹായിച്ച ആ ചെറിയ ഒരു പണം കൂടിയുണ്ട്. ആ പണമാണ് പിന്നീട് ഡോക്ടർ എജക്രോണിൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിക്ഷേപമായിട്ട് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയലിൻ്റെ കഥയാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. സംശയിക്കേണ്ട, മാർച്ച് പരീക്ഷയ്ക്ക് 2 ചോദ്യം ഇതെന്ന് ഉറപ്പാണ്. 12 മാർക്കിനോ 15 13 മാർക്കിനോ അല്ലെങ്കിൽ 6, 5, 11 മാർക്കിനോ വരാവുന്ന 2 ചോദ്യങ്ങൾ. അത്രയും മഹത്തായ, ശ്രേഷ്ഠമായ, ഗുണപാഠമുള്ള ഒരു പാഠമാണ്. ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കുക. തുടരാണ് സമ്മറി. The author was traveling in a ship from New York to England. കഥാകാരൻ ഡോക്ടർ എജക്രോണിൻ ന്യൂയോർക്കിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിക്കുന്നു. While he was walking on the deck, കപ്പലിൻ്റെ മുകൾത്തട്ടിലെ വിശ്രമ സങ്കേതത്തിലൂടെ നടക്കുമ്പോൾ he felt a sort of strange experience. അദ്ദേഹത്തിന് അതിവിചിത്രമായ ഒരു അനുഭവമുണ്ടായി. One of the passengers was eagerly watching him. യാത്രക്കാരിൽ ഒരാൾ നിരന്തരം തന്നെ ശ്രദ്ധിക്കുന്നു. As if he wanted to speak something. അദ്ദേഹത്തിന് തന്നോട് എന്തോ സംസാരിക്കണമെന്നുണ്ട്. But the other was not at all interested in making friendship or shipboard contact. എന്നാൽ നമ്മുടെ കഥാകാരന് കപ്പലിലെ യാത്രക്കിടയിൽ ആരോടും സൗഹൃദമുണ്ടാക്കുന്നതും ആ സൗഹൃദം തുടരുന്നതും ഇഷ്ടമല്ല. ബട്ട് ബിഫോർ ദി ജേർണി വാസ് ഗോയിങ് ടു എൻഡ്, എന്നാൽ ഇതാ യാത്ര അവസാനിക്കും മുൻപ് ഒരു ദിവസം ദ മാൻ വിത്ത് ഹിസ് വൈഫ്, ആ ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയുമൊത്ത് അപ്രോച്ച്ഡ് ദി അതർ, നമ്മുടെ കഥാകാരനെ സമീപിച്ചു. ഹി ഇൻട്രഡ്യൂസ്ഡ് ഹിംസെൽഫ് ആസ് എ ലോയർ. അദ്ദേഹം താനൊരു വക്കീലാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ സോഷ്യൽ വർക്കർ, വക്കീൽ മാത്രമല്ല ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണെന്ന്. ഹിസ് വൈഫ് വാസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഓൾ ചാരിറ്റബിൾ ഡീഡ്സ്. ആ വക്കീൽ നടത്തുന്ന, സാമൂഹ്യ പ്രവർത്തകൻ നടത്തുന്ന എല്ലാ സത്കർമ്മങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ പങ്കാളിയായിരുന്നു. They were returning after conducting a summer camp to some children. ചേരിയിലെ കുട്ടികൾക്കായിട്ട് ഒരു സമ്മർ ക്യാമ്പ് നടത്തിയിട്ട് തിരിച്ചു വരികയാണ് അവർ. Their background was an attracting point to the famous author. അവർ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ഓഥർക്ക് അവരുടെ ജീവിതം ഏറെ ശ്രേഷ്ഠമായിട്ട് തോന്നി, ആകർഷകമായിട്ട് തോന്നി. He inquired about the matter, how they led them to social service. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ സോഷ്യൽ സർവീസിൽ എത്തിച്ചേർന്നതെന്ന് അദ്ദേഹം അവരോട് അന്വേഷിക്കുന്നു. ദി യങ് ലോയർ മിസ്റ്റർ ജോൺ, ആ ലോയറുടെ പേര് മിസ്റ്റർ ജോൺ എന്നാണ്, റിവീൽഡ് ദ ഫാക്ട് ദാറ്റ്, അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തി, ദാറ്റ് ഹി വാസ് സെർച്ചിങ് ഫോർ ദി ഓഥർ ഫോർ
എ നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളായി അദ്ദേഹം ആ ലോയർ മിസ്റ്റർ ജോൺ അദ്ദേഹത്തെ അന്വേഷിക്കുകയാണെന്ന്. He had to express his gratitude to the author. അദ്ദേഹത്തിന് ഏതോ കാര്യത്തിൽ ഓതറോട് നന്ദി അറിയിക്കണമെന്ന്. The author, who is a doctor, was the man who saved him from death. ഈ ചെറുപ്പക്കാരന്, ഇന്നത്തെ 40 വയസ്സുകാരന് 25 വർഷം മുൻപ് അവൻ 15 വയസ്സുള്ള കൗമാരപ്രായക്കാരനായിരുന്നപ്പോൾ അവനെ ഒരു അത്യാഹിതത്തിൽ നിന്ന്, ആത്മഹത്യ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് ഈ ഡോക്ടർ. The doctor who was practicing very near to his lodge. അന്ന് ആ കുട്ടി, John was only a teenager. അന്ന് അക്കാലത്ത് ആ കുട്ടി 15 വയസ്സുകാരനായിരുന്നു. He attempted to commit suicide. ആ 15 വയസ്സുകാരൻ ഈ മദ്യപാനത്തിലും മയക്കുമരുന്നിലും ചൂതാട്ടത്തിലും പെട്ടു. അതായത് അവൻ്റെ കൂട്ടുകാർ, ചേരിയിലെ വഴിപിഴച്ച കൂട്ടുകാർ അവനെ അതിലേക്ക് നയിച്ചു. ആ വഴിപിഴച്ചു പോയ ആ ചെറുപ്പക്കാരനെ, ആ 15 വയസ്സുകാരനെ അന്ന് രക്ഷപ്പെടുത്തിയെടുത്തത് ഈ ഡോക്ടറാണ്. ദ ഡോക്ടർ ഹു വാസ് പ്രാക്ടീസിങ് വെരി നിയർ ടു ഹിസ് ലോഡ്ജ്. അന്ന് 25 വർഷം മുൻപേ ബ്രിട്ടനിലെ ആ തെരുവിലായിരുന്നു നമ്മുടെ AJ ക്രോണിൻ്റെ പ്രാക്ടീസ്. ആൻഡ് റീച്ച്ഡ് അറ്റ് that critical moment and saved him. ആ മരണവുമായിട്ട് മല്ലടിക്കുന്ന ആ അവസാന നിമിഷങ്ങളിൽ, അർദ്ധരാത്രിയിൽ, മഞ്ഞ് പെയ്യുന്ന ഡിസംബർ മാസത്തിലെ ആ അർദ്ധരാത്രിയിൽ ഒരു പോലീസുകാരനോടൊപ്പം വന്നിട്ട് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ AJ ക്രോണിനാണ്. He also helped the young boy providing 7 pounds and 10 shillings. ആ കുട്ടി തന്നെ നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു പിടിക്കാനായിട്ട്, അന്ന് അവൻ ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന 15 വയസ്സിൽ വക്കീലിൻ്റെ ഗുമസ്തനായിട്ട് അവൻ ജോലി ചെയ്യുകയായിരുന്നു. ഇംഗ്ലീഷ് യങ്സ്റ്റേഴ്സ് ഓർ ടീനേജേഴ്സ് അങ്ങനെയാണ്. അവർ കാറ് കഴുകാനും അല്ലെങ്കിൽ റിക്ഷ ഉന്താനും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാനും ഒക്കെ പോയിട്ട് സ്വയം പണം സമ്പാദിച്ചു കൊണ്ടാണ് ബ്രിട്ടീഷുകാർ, പ്രത്യേകിച്ച് യൂറോപ്യൻസ്, അവരുടെ ജീവിതം, അവരുടെ പഠനം, അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നത്. അതേമാതിരി തന്നെ ഈ 15 വയസ്സുകാരനും അന്ന് ജോലിയിലേർപ്പെട്ടു, ഗുമസ്തൻ്റെ പണി, വക്കീലിൻ്റെ ഓഫീസിൽ. അവൻ അങ്ങനെ തൻ്റെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് 7 പൗണ്ടും 10 ഷില്ലിങ്ങും തൻ്റെ വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് കട്ടെടുത്തിരുന്നു. അത് തിരിച്ചു വയ്ക്കാൻ പറ്റാഞ്ഞിട്ടാണ് അതും കൂടി കയ്യിൽ നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അങ്ങനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ AJ ക്രോണിൻ അന്ന് ആ കുട്ടിക്ക് 7 പൗണ്ടും 10 ഷില്ലിങ്ങും ദാനമായിട്ട് നൽകി, അല്ലെങ്കിൽ സംഭാവനയായിട്ട് നൽകി സഹായിച്ചു. ദാറ്റ് എമൗണ്ട് സേവ് എ ന്യൂ ബർത്ത് ടു ദി ഓർഫൻ ബോയ്. ആ അനാഥ കുട്ടിക്ക് അന്ന് 7 പൗണ്ടും 10 ഷില്ലിങ്ങും അത്രമേൽ വലിയ സംഖ്യയായിരുന്നു. അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്ത സംഖ്യയായിരുന്നു. ആൻഡ് സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓതർ. അതായത് ഇന്ന് ഈ നിൽക്കുന്ന ഈ കുട്ടിയാണ് അന്നത്തെ ആ കള്ളനായി അധിക്ഷേപിക്കപ്പെട്ട കുട്ടി. അതായത് ഡോക്ടർ AJ ക്രോണിൻ്റെ നിർദ്ദേശം കൊണ്ടാണ് അന്ന് പോലീസ് അവനെതിരെ കേസ് ചുമത്താതിരുന്നതും, അതേപോലെ തന്നെ അന്നത്തെ ലാൻഡ് ലേഡി, ആ വീടിൻ്റെ ഉടമ, അവന് 1 മാസക്കാലം താമസിക്കാനും ഉള്ള ഇടവും കഴിക്കാനുള്ള ഭക്ഷണവും കൊടുക്കാമെന്ന് പറഞ്ഞതും AJ ക്രോണിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു. അങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു കൊടുത്തത്. 1, അവന് കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. 2, അവന് ജീവിക്കാനുള്ള വഴി തുറന്നു കൊടുത്തു. 3, അവന് 7 പൗണ്ടും 10 ഷില്ലിങ്ങും നൽകി അവൻ്റെ കടബാധ്യതയും തീർത്തു. ആ സേവനമാണ്, നോക്കൂ, ദാറ്റ് എമൗണ്ട് ഗേവ് എ ന്യൂ ബർത്ത് ടു ദി ഓർഫൻ ബോയ് ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓതർ. അവനാണ് തൻ്റെ മുന്നിൽ നിന്ന് വലിയ വക്കീലായിട്ട്, ലോകപ്രശസ്തനായ സാമൂഹ്യ പ്രവർത്തകനായി നിൽക്കുന്നത്. ആസ് എ സർവീസ് മൈൻഡഡ് ലോയർ. Realizing the fact, AJ Cronin declares that
ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് എജക്രോൺ പറയുകയാണ്, ദാറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് 7 pounds and 10 shillings, താൻ അന്ന് ചെലവഴിച്ച ആ 7 പൗണ്ടും 10 ഷില്ലിങ്ങുമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന്. രണ്ടാമത്തെ കഥയുടെ സമ്മറി, രണ്ടാമത്തെ കഥ അതേപോലെ തന്നെ അതിപ്രാധാന്യമുള്ളതാണ്. അതും ആദ്യം നമ്മൾ പഠിച്ചത് 15 വയസ്സുകാരൻ്റെ ജീവിത പ്രശ്നമായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള അതേ പ്രായത്തിലുള്ള മാർത്താ സെലിനാസ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗക്കാരി കുട്ടിയുടെ ജീവിത പ്രശ്നമാണ്. അതായത് ഇതൊക്കെ നമുക്ക് തരുന്നത് പ്രശ്നങ്ങളുള്ളവരാണ് നമ്മളൊക്കെ തന്നെ. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് എങ്ങനെ ആർജിക്കണമെന്നാണ് പാഠങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള ഒരു ഉപാധി മാത്രമല്ല ഇത്തരം പാഠങ്ങൾ. നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള ആശയങ്ങളാണ് ഈ പാഠങ്ങൾ. അതുകൊണ്ട് തന്നെ ആശയവും മനസ്സിലാക്കണം, പാഠം നന്നായി പഠിക്കണം. അത് നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് ഏറെ ഗുണകരമായി തീരുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ഇവിടെ ഇതാ മാർത്ത എന്ന 14-കാരിയുടെ കഥ. മാർത്താ സെലിനാസ് അമേരിക്കയിലെ ടെക്സാസ് സിറ്റിയിലെ വെളുത്ത വർഗക്കാരുടെ സ്കൂളിലെ കറുത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വർണ്ണവിവേചനത്തിന് വിധേയയായ കുട്ടിയാണ്. അത് അവഗണിക്കപ്പെടുന്ന കുട്ടിയാണ്. അവൾ അച്ഛനമ്മമാർ 8-10 കുട്ടികളുണ്ട്, അതിൽ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അച്ഛനമ്മമാർ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അച്ചമ്മയുടെ അടുത്ത് താമസിച്ചുകൊണ്ട്, മുത്തശ്ശിയുടെ അടുത്ത് താമസിച്ചുകൊണ്ട് പഠിക്കുകയാണ്. അവരാകട്ടെ വലിയ ഒരു കടല അല്ലെങ്കിൽ പയർ ഉണ്ടാക്കുന്ന തോട്ടത്തിലെ ഈ പുല്ലുപറിക്കാരാണ്. കുറഞ്ഞ കൂലിക്ക് ജോലി എടുക്കുന്നവർ. അവർക്ക് ഈ കുഞ്ഞിനെ അത്ര നന്നായിട്ട് നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ ജന്മം കൊണ്ട് മാർത്ത അതിബുദ്ധിമതിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ 1ാം ഗ്രേഡ് മുതൽക്ക് 8ാം ഗ്രേഡ് വരെ, നമ്മുടെ 1-10 പറയുന്ന മാതിരി ഇവിടെ ഫൈനൽ പരീക്ഷ നടക്കുന്നത് 8ാം ഗ്രേഡിലാണ്, പിന്നെ കോളേജ് പഠനമാണ്. അപ്പോൾ 1 മുതൽക്ക് 8 വരെയുള്ള ക്ലാസ്സുകളിലെ 1ാം നിരക്കാരിയാണ്, A+ സ്റ്റുഡൻ്റാണ് മാർത്ത. ആ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് വർഷാവസാനം വെളിറ്ററി ഫംഗ്ഷന് വെച്ച് വെളിറ്റേറിയനായിട്ട്, അതായത് സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടിക്ക് ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനത്തിൻ്റെ പേരാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കൂൾ കൊടുക്കുന്നതാണ്. കടും പച്ച നിറത്തിൽ, കരിമ്പച്ച നിറത്തിലുള്ള അതിമനോഹരമായൊരു ജാക്കറ്റ്. അതിൽ സ്കൂളിൻ്റെ പേര് സ്വർണ്ണ നൂലുകൊണ്ട് എഴുതിയിരിക്കും. അതിനകത്ത് ഈ കുട്ടിയുടെ പേരും എസ്സും എന്ന് എഴുതും. എസ് എന്ന് പറഞ്ഞാൽ സ്കോളാർ. അപ്പോൾ മാർത്താ സെലിനാസ് എസ് എന്നെഴുതും. എസ് എന്ന് പറയുക സ്കോളാർ. സ്കൂളിലെ ആ വർഷത്തെ സ്കോളാർ മാർത്താ സെലിനാസ് എന്നാണ്. അവൾ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഉറപ്പിച്ച സമയമാണത്. സ്കൂൾ പിരിച്ചുവിടാൻ ഇനി 1-2 ആഴ്ചകളേ ഉള്ളൂ. എല്ലാവർക്കും പുറം ലോകത്തേക്ക് പോകാനുള്ള ആകാംക്ഷയാണ്. അന്ന് കളിഗ്രൗണ്ടിലേക്ക് അവൾ പോവുമായിരുന്നു. പക്ഷേ കളി സ്ഥലത്ത് ധരിക്കേണ്ട ആ യൂണിഫോം എടുക്കാൻ അവളോട് മറന്നുപോയി. ആ യൂണിഫോം എടുക്കാനായിട്ട് അവൾ ക്ലാസ്സിലേക്ക് തൻ്റെ ബാഗിൽ വെച്ചിരിക്കുന്ന ആ യൂണിഫോം എടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് സ്മിത്ത് സാറും അവരുടെ ക്ലാസ് ടീച്ചറായ, ഹിസ്റ്ററി ടീച്ചറായ, സോഷ്യൽ സയൻസ് ടീച്ചറായ സ്മിത്ത് സാറും അവരുടെ മാത്സ് ടീച്ചറായ ബൂൺ സാറും തമ്മിൽ തർക്കം നടക്കുന്നു. എന്താണ് തർക്കത്തിന് ആധാരം? ബൂൺ സാർ ഇംഗ്ലീഷുകാരൻ, ഈ സ്മിത്ത് സാറും ഇംഗ്ലീഷുകാരൻ. എന്നാൽ എല്ലാ ഇംഗ്ലീഷുകാരും എല്ലായ്പ്പോഴും കറുത്ത വർഗക്കാർക്കെതിരല്ല. ഈ സ്മിത്ത് സാർ പറയുന്നു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി മാർത്തായാണ്, അവളാണ് സ്കൂളിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥി, അവളാണ് ഡയറക്റ്റ് A+ കിട്ടിയവൾ. പക്ഷെ ബൂൺ സാർ പറയുന്നു, അവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തിട്ട് എന്താണ് കാര്യം? നമുക്ക് നമ്മുടെ PTA പ്രസിഡന്റ് മകൾക്ക് ജാക്കറ്റ് കൊടുക്കാം. അയാളാണെങ്കിൽ വെള്ളക്കാരനാണ്, അയാളാണെങ്കിൽ ധനവാനാണ്, അയാൾ സ്കൂളിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ചിലപ്പോഴും അനുഭവിക്കുന്ന ചില അവസ്ഥകൾ ഇത് തന്നെയാണ്. അത് കേട്ടപ്പോൾ സ്മിത്ത് സാറിന് ദേഷ്യം പിടിച്ചു. എങ്ങനെയാണത് കൊടുക്കുക? എൻ്റെ ക്ലാസ്സിലെ മാർത്തക്കല്ലേ ഡയറക്റ്റ് ഫുൾ A+ ഉള്ളത്,
ഇവൾക്ക് വെറും എ ഗ്രേഡ് മാത്രമല്ലേ, ഈ കുട്ടിയുടെ അടുത്ത് വെക്കാൻ പറ്റുമോ അവളുടെ മാർക്ക്? പക്ഷേ ബൂൺ സാർ പറയുന്നു, അല്ല, അത് മാനേജ്മെൻറ്റിൻ്റെയും ഹെഡ്മാഷിൻ്റെയും ഒക്കെ തീരുമാനം ഇപ്രാവശ്യം അങ്ങനെയാണ്, ഈ കുട്ടിക്ക് കൊടുക്കണ്ട. അതുകൊണ്ട് സാർ ഒരു പണി ചെയ്യണം, ആ കുട്ടിയുടെ മാർക്ക് കുറച്ച് ചേർക്കണം പ്രോഗ്രസ് കാർഡിലൊന്നും. ഇത് സ്മിത്തിന് ദേഷ്യം പിടിപ്പിച്ചു. ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് സ്കൂളിൽ ജോലി ഇല്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് ആ ചുവരിന് പുറത്ത് മാർത്ത നിൽക്കുന്നുണ്ടായിരുന്നു. മാർത്തയ്ക്ക് മനസ്സിലായി ഈ വർഷം ഇനി തനിക്കത് കിട്ടില്ലെന്ന്. അവൾ സങ്കടത്തോടുകൂടി ഇരിക്കുമ്പോൾ പ്രിൻസിപ്പൾ വിളിപ്പിക്കുന്നു. പ്രിൻസിപ്പൾ അവളോട് പറയുന്നു, കുട്ടി, നിനക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയായ $15 നീ നാളെ ഇവിടെ അടയ്ക്കണമെന്ന്. $15 പോയിട്ട് 15 പെന്നി പോലും, 15 ചെമ്പ് കാശ് പോലും കൊടുക്കാനുള്ള പ്രാപ്തി മാർത്തയ്ക്കില്ല. മാർത്ത ഈ കാര്യം മുത്തശ്ശനെ അറിയിക്കുന്നു. മുത്തശ്ശൻ ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ല മോളെ, സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്കുള്ള സമ്മാനമല്ലേ? സ്കോളർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മോളെ? ദിഷണാശാലി എന്നല്ലേ? അവൾക്കുള്ള സമ്മാനമല്ലേ? എങ്ങനെയാണ് മോളെ സമ്മാനം വില കൊടുത്ത് വാങ്ങുക? വില കൊടുത്ത് വാങ്ങുന്നത് സമ്മാനമാകുമോ? ഈ അധ്യാപകനല്ലാത്ത, അറിവില്ലാത്ത മുത്തശ്ശൻ പറഞ്ഞ ഈ തത്വമാണ്, ഈ ശാസ്ത്രമാണ് അവളെ ആത്മാർത്ഥതയിലേക്ക് കൊണ്ടുവരുന്നത്. അവൾക്ക് തോന്നുന്നത് ശരിയാണെന്ന്. പിറ്റേ ദിവസം അവൾ സ്കൂളിലെത്തുന്നു. പ്രിൻസിപ്പൾ വിളിപ്പിക്കാതെ നേരെ പ്രിൻസിപ്പളിന്റെ മുറിയിലെത്തുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തറപ്പിച്ചുകൊണ്ട് പറയുന്നു, സർ, എനിക്ക് താങ്കളുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണ്ട, അത് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ വിലയ്ക്ക് വിൽക്കാൻ വെച്ചതല്ലേ, അത് വെള്ളക്കാരി കുട്ടിക്ക് തന്നെ കൊടുത്തേക്കോ, പണക്കാരിക്ക് കൊടുത്തേക്കോ സർ. എൻ്റെ കയ്യിൽ പണമില്ല, പണം ഉണ്ടെങ്കിലും എനിക്കത് വേണ്ട. അതോടുകൂടി അധ്യാപകൻ, പ്രിൻസിപ്പള് ആകെ വിഷമത്തിലായി. അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നു, ഈ കുട്ടി പറഞ്ഞത് ശരിയാണല്ലോ, ഇവിടെ മുന്നിൽ എന്താണ് പറയുക. അങ്ങനെ അദ്ദേഹം മനസ്സു മാറ്റുന്നു. വീണ്ടും തീരുമാനിക്കുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയ്ക്ക് നൽകാൻ. എന്താണ് ഈ പാഠത്തിൻ്റെ സാരം? നമുക്ക് തെറ്റിന് കൂട്ടു നിൽക്കാൻ കഴിയില്ല. തെറ്റിന് കൂട്ടു നിന്നിട്ട് കിട്ടുന്ന ഔദാര്യം നമുക്ക് വേണ്ട, പഠനത്തിൽ വേണ്ട, ജോലിയിൽ വേണ്ട. ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. മാർത്തയുടെ ആത്മാർത്ഥതയാണ്, സ്മിത്ത് സാറിൻ്റെ സഹായമാണ്, മുത്തശ്ശൻ്റെ ഉപദേശമാണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാൻ ആ കുട്ടിയെ സഹായിച്ചത്. പിന്നീട് ലോകമറിയുന്ന അധ്യാപികയായി മാറി, എഴുത്തുകാരിയായി മാറി. ഇതും ആത്മകഥാംശമുള്ള സത്യസന്ധമായ ഒരു കഥയാണ്. ഇനി നമുക്ക് പാഠത്തിലെ സമ്മറി 2 മിനിറ്റ് കൊണ്ട് നോക്കാം. കണ്ടോളൂ. The scholarship jacket says the story of a 14-year-old Mexican girl. 14 വയസ്സുള്ള മെക്സിക്കക്കാരിയായ കറുത്ത വർഗക്കാരി കുട്ടിയുടെ കഥയാണിത്. She was studying at Texas English Medium School. അവൾ ടെക്സാസിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു. They had a special tradition of awarding a scholarship jacket in the school valedictorian. സ്കൂളിലെ അവസാനത്തെ ആ പിരിഞ്ഞു പോകൽ ദിവസം വാലഡിക്ടറി ഫംഗ്ഷനിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വഴക്കമുണ്ട്. മാർത്ത വാസ് ദ ഓൺലി ഡിസർവിംഗ് കാൻഡിഡേറ്റ് സിൻസ് ഷി ഹാഡ് എ സ്ട്രേറ്റ് A+ ഇൻ ആൾ സബ്ജക്ട്സ്. അവൾക്ക് എല്ലാ വിഷയങ്ങളിലും മാർക്ക് കൂട്ടിയിടാതെ, അതായത് മറ്റൊരു സൗജന്യവുമില്ലാത്ത തന്നെ എല്ലാ വിഷയങ്ങളിലും A+ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർത്തയാണ് ഇതിന് ഏറ്റവും യോഗ്യയായ പെൺകുട്ടി. ബട്ട് വൺ ഡേ, എന്നാൽ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ്ലി, തികച്ചും അപ്രതീക്ഷിതമായിട്ട്, ഷീ കുഡ് ഹിയർ ദ ആംഗ്രി ഡയലോഗ് ബിറ്റ്വീൻ ദ ഹിസ്റ്ററി ടീച്ചർ ആൻഡ് ദി മാത്സ് ടീച്ചർ. എന്നാൽ അപ്രതീക്ഷിതമായി തൻ്റെ ക്ലാസ്സിൽ വെച്ച്, തൻ്റെ ക്ലാസ് മുറിയിൽ വെച്ച് തൻ്റെ 2 അധ്യാപകർ തമ്മിലുള്ള ഒരു തർക്കം കേൾക്കാൻ അവൾ ഇടയായി. The history teacher, Mr. Smith, was supporting and Mr. Boone, the maths teacher, was negating Martha. അതിൽ ഒരധ്യാപകൻ, എല്ലാ അധ്യാപകരും നല്ലവരല്ല, എല്ലാ അധ്യാപകരും ഒരർത്ഥത്തിൽ മോശവുമല്ല.
എന്നാൽ നല്ലവരും ഉണ്ടാകും, മോശക്കാരും ഉണ്ടാകും. ഇവിടെ ബൂൺ അധ്യാപക ജോലിക്ക് പോലും അർഹനല്ലാത്ത വിധം കുട്ടിയെ നിഷേധിക്കുന്ന വ്യക്തിയാണ്, കുട്ടിയുടെ കഴിവിനെ നിഷേധിക്കുന്ന വ്യക്തിയാണ്. ഒരു അധ്യാപകന്റെ ജോലി കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ കഴിവിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരലാണ്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കഴിവുണ്ടായിട്ടും അവളെ താഴ്ത്തിക്കെട്ടുകയാണ്. പക്ഷെ സ്മിത്ത് സാർ എന്താ പറയുന്നത്? ഇല്ല, അവൾ കറുത്ത വർഗക്കാരിയാവട്ടെ, അവൾ ആരോ ആകട്ടെ, അവൾ പണമില്ലാത്തവളാകട്ടെ, അവൾ എന്തോ ആകട്ടെ, എനിക്ക് എൻ്റെ കുട്ടിയെ തള്ളിപ്പറയാൻ പറ്റില്ല. എൻ്റെ ക്ലാസ്സിലെ, എൻ്റെ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി മാർത്ത തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് മിസ്റ്റർ ബോൺ പറഞ്ഞ പ്രോഗ്രസ് കാർഡ് തീരത്താൻ പറ്റില്ല. ഇതാണ് സ്മിത്ത് സാർ പറഞ്ഞത്. ഇതായത് അവർ തമ്മിലുള്ള തർക്കം. ഹി വാസ് നെഗേറ്റീവ് മാർത്ത. ആൻഡ് ഹിയറിംഗ് ദ കോൺവെർസേഷൻ മാർത്ത ഗോട്ട് ഷോക്ക്ഡ്. ഈ സംഭാഷണം കേട്ട് മാർത്ത ആകെ സ്തംഭിച്ചു പോയി. ഷി കുഡ് റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ഷി വോണ്ട് ഗെറ്റ് ദ മോസ്റ്റ് കവറ്റഡ് കൊതിപിടിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന, അതാണ് കവറ്റഡ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. താൻ ഏറെ കൊതിച്ചിരുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് തനിക്ക് കിട്ടില്ലെന്ന് മനസ്സിലായി. ഇറ്റ് വുഡ് ബി അവാർഡഡ് ടു എ റിച്ച് വൈറ്റ് ഗേൾ. സമ്പന്നയായ മറ്റൊരു കുട്ടിക്ക്, ആ കുട്ടിയുടെ പേരാണ് ജോആൻ, JOAN. ജോആനാണ് ഈ സമ്മാനം കൊടുക്കാൻ പോകുന്ന അവൾക്ക് മനസ്സിലായി. ഹു ഹാഡ് എ പെർഫെക്റ്റ് A. അവൾക്കാണെങ്കിൽ ആകെ A ഗ്രേഡ്, ഒരു 1-ാം തരം A ഗ്രേഡ് ഉണ്ട്. പക്ഷെ ഇവൾക്കാകട്ടെ 1-ാം തരം A+ ഗ്രേഡ് ഉണ്ട്. അപ്പൊ A+ ഗ്രേഡിനെ തള്ളിയിട്ട് A ഗ്രേഡ് ഉള്ളവർക്ക് കൊടുക്കാനാണ് സ്കൂളിലെ അധികാരികളുടെ തീരുമാനം. ബട്ട് ദ പ്രിൻസിപ്പൽ പ്ലേഡ് എ ട്രിക്ക് ടു ഹൈഡ് ദ ട്രൂത്ത്. എന്നാൽ ഈ സത്യം മറച്ചു പിടിക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ ഒരു ട്രിക്ക് പ്രയോഗിച്ചു. ഈ demanded $15 from Martha being the cost of the ജാക്കറ്റ്. എന്നാൽ മാർക്കൊന്നും കുറയ്ക്കാതെ മറ്റൊരു ട്രിക്ക് എടുത്തു. നോക്കൂ കുട്ടി, ഇതിന് $15 വേണം ഇതിന്റെ വിലയായിട്ടെന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. മാർത്ത ഇൻഫോംഡ് ദ മാറ്റർ ടു ഹർ ഫാദർ. മാർത്ത ഈ കാര്യം മുത്തശ്ശനെ അറിയിച്ചു. ബട്ട് ദ പുവർ മാൻ അഡ്വൈസ്ഡ് ഹർ. പക്ഷെ ആ സാധു മനുഷ്യൻ അവളെ ഉപദേശിക്കുന്നു. ഇറ്റ് വുഡ് ബി ഇംപ്രോപ്പർ ടു ബൈ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. നോക്കൂ മോളെ, സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ, സമ്മാനമല്ലേ, പണം കൊടുത്ത് വാങ്ങുന്നത് മോശമല്ലേ എന്ന്, ശരിയല്ലല്ലോ എന്ന്. ഈ റിമൈൻഡഡ് മാർത്ത ദ മീനിങ് ഓഫ് ദ വേർഡ് സ്കോളർഷിപ്പ്. അയാൾ ഒന്നുകൂടി അവളെ പഠിപ്പിച്ചു. മോളെ ഓർക്കണം, എന്താണ് സ്കോളർഷിപ്പ് എന്ന വാക്കിന് അർത്ഥമെന്ന്. ഏറ്റവും ബുദ്ധിശക്തിയുള്ള കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്, ദിശനാശാലിക്ക് കൊടുക്കേണ്ടതാണെന്ന്. യെസ്. The next day, when the principal called her to his room, പിറ്റേ ദിവസം ആ പ്രിൻസിപ്പൾ അവളെ വിളിച്ചപ്പോൾ അവൾ വേഗത്തിൽ ചെന്നു. She informed him that she was not ready to buy. To buy. Sir, വില കൊടുത്ത് വാങ്ങാൻ ഞാൻ തയ്യാറല്ലെന്ന്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് അവകാശപ്പെട്ടതാണ്, അത് വില കൊടുത്ത് വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല എന്ന കുട്ടി നന്നായിട്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് പേയിങ് എ ഹ്യൂജ് എമൗണ്ട്. സർ, ഇത് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതാണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഫൈനലി ദ പ്രിൻസിപ്പൽ ചേഞ്ച് ഹിസ് മൈൻഡ്. ആ കുട്ടിയുടെ തർക്കത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ബുദ്ധിശക്തിക്ക് മുന്നിൽ, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ധൈര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പ്രിൻസിപ്പൽ തൻ്റെ നയം മാറ്റേണ്ടി വന്നു. ആൻഡ് ഡിക്ലയർഡ് മാർത്ത ദ വിന്നർ. അവസാനം മാർത്തയെ തന്നെ വിന്നറായി പ്രഖ്യാപിക്കുന്നു ഓഫ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇൻഫാക്ട് സത്യത്തിൽ ഇറ്റ് വാസ് ദി കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഓർത്തു വെക്കുക, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന 2 പദങ്ങളാണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ആൻഡ് കറേജ്, ധൈര്യം. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് മാർത്ത കുഡ് ഹെൽപ്ഡ് ഹർ acquire her God. To acquire, അവിടെ ടു എന്ന വാക്കുകൂടി മക്കൾ കുറിച്ചത്. That helped her to acquire her God. Once again, to acquire her God. തന്റെ ലക്ഷ്യം നേടാൻ അവളെ സഹായിച്ചത് മുത്തശ്ശൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത, അധ്യാപകനായ സ്മിത്ത് സാർ അവൾക്ക് പറഞ്ഞു കൊടുത്ത ആത്മവിശ്വാസവും ധൈര്യവുമാണ്. അതുകൊണ്ട് മക്കളെ, ബി കോൺഫിഡൻറ്റ്, ബി കറേജിയസ്, യു ക്യാൻ ഓൾസോ വിൻ. ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക, ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കുക, ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. നമുക്ക് നമ്മുടെ വിജയം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ.